ബ്രഹ്മകുളത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. ഒരാഴ്ചയ്ക്കിടെ വിവിധയിടങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത യുവാവിന് 90 വർഷം കഠിന തടവും 3 വർഷം തടവും. ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചു. മണത്തല ദ്വാരക ബീച്ച് സ്വദേശി സിയാദിനെയാണ് ശിക്ഷിച്ചത്. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് ഞായറാഴ്ച മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പൈലിംഗ് ജോലികൾ നടക്കുന്നതിനാലാണ് ജങ്കാർ സർവീസ് നിർത്തിവെക്കുന്നത്. ചന്ദ്രാപിന്നി മധുരംപുള്ളി പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി. 3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായത് നവകേരള സദസ്സ്. പരിമിതിയുടെ പരാധീനതകൾക്കിടയിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന് MLA അനുവദിച്ച 1 കോടി രൂപ ചുവപ്പുനാടയിൽ കുരുങ്ങി പാഴാകുമെന്ന് ആശങ്ക. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. ബ്രഹ്മകുളത്ത് കാട്ടുപന്നി വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. ബ്രഹ്മകുളം കറുത്തേടത്ത് ഷീജയുടെ കൃഷിയിടത്തിലെ 150ഓളം കാബേജ് തൈകളും വെണ്ടത്തൈകളുമാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇവർ തോട്ടം മറച്ച് സംരക്ഷിക്കുകയും തോട്ടത്തിൽ രാത്രി ലൈറ്റിട്ടും ബോറപ്പ് എന്ന ജൈവപ്പൊടി കിഴികെട്ടി തൂക്കിയും കാട്ടുപന്നികളെ തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നു. ഇതെല്ലാം മറികടന്നാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി കർഷകർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മേഖലയിലെ മിക്ക കർഷകരും കാട്ടുപന്നികളെ തുരത്താൻ ഇതേ രീതികളെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്തും കാട്ടുപന്നികൾ കൂട്ടമായി നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ പലപ്പോഴും ആക്രമണകാരികളുമാകാറുണ്ട്. പലരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മതിൽക്കെട്ടിനകത്തും കാട്ടുപന്നികൾ എത്തുന്നുണ്ടെന്ന് മുൻ കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ പറഞ്ഞു. കാട്ടുപന്നികൾക്ക് പുറമെ മുള്ളൻപന്നിയും മയിലും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. പ്രളയത്തിന് ശേഷമാണ് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായത്. ബ്രഹ്മകുളം, നെന്മിനി, മമ്മിയൂർ, പുത്തമ്പല്ലി എന്നിവിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകർ കൃഷി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ്. നഗരസഭ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 33കാരന് 90 വർഷം കഠിന തടവും 3 വർഷം വെറും തടവും 5,60,000 രൂപ പിഴയടയ്ക്കുന്നതിനും ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചു. ചാവക്കാട് മണത്തല ദ്വാരക ബീച്ച് മഠത്തിൽ പറമ്പിൽ വീട്ടിൽ സിയാദിനെയാണ് ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 32 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് അന്യാസ്തയിലാണ് ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. 2017 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് ഞായറാഴ്ച മുതൽ നിർത്തിവെക്കും. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ജങ്കാർ സർവീസ് താൽക്കാലികമായി നിർത്തുന്നത്. ജങ്കാർ സർവീസിന്റെ ജലപാതയിൽ പാലത്തിന്റെ പില്ലർ സ്ഥാപിക്കുന്നതിനായുള്ള പൈലിംഗ് ജോലികൾ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങാനിരിക്കുകയാണ്. യാത്രാക്ലേശം ഒഴിവാക്കുന്നതിനായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് ആലോചനയിലുണ്ട്. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചന്ദ്രാപിന്നി മധുരംപുള്ളി പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി. 3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായത് നവകേരള സദസ്സ്. കാട്ടൂർ, എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ സൗഭാഗ്യം കൈവരിച്ചത്. പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന് ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു. പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തിരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. 30 വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം. നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്ത് രേഖകളിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല. നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ E.T. ടൈസൺ MLAയുടെ ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത്. MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു. പുതുവത്സര ദിനത്തിൽ നാടിന് സമർപ്പിക്കുന്ന മധുരംപുള്ളി പാലം സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും MLA പറഞ്ഞു. പക്ഷേ പാലം പുനർനിർമ്മിക്കാൻ ആലോചിക്കുമ്പോൾ ഇത്ര ഭംഗിയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് വലിയ രീതിയിലുള്ള പൈസയും ചെലവാക്കേണ്ടി വന്നില്ല. നമ്മൾ ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാരുള്ള സഹായവും പിന്നെ നമുക്ക് ഒരു സഹായം ധനലക്ഷ്മി ബാങ്ക് സഹായിച്ച ഒരു സംഖ്യ 50,000 രൂപ
അത്രയുള്ള കാര്യങ്ങളെ ഇവിടെ വേണ്ടി വന്നുള്ളൂ. നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഷമീറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമെല്ലാം ഇത് നല്ലപോലെ അതിൻ്റെ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടപ്പാക്കി. നമ്മുടെ എല്ലാം ഗവൺമെൻറ്റോ പഞ്ചായത്തോ ചെയ്യുകയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നാട്ടുകാർ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നാൽ പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഈ മധുരംപള്ളി പാലം കാണുകയാണ്. ജനുവരി 1 രാവിലെ 9 നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നു നൽകും. TCV കയ്പമംഗലം. പരിമിതിയുടെ പരാധീനതകൾക്കിടയിൽപ്പെട്ട് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പുതിയ കെട്ടിടത്തിന് MLA അനുവദിച്ച 1 കോടി രൂപ പാഴാകുമെന്ന ആശങ്ക. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വളപ്പിലെ കെട്ടിടത്തിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. പുതിയ ഇടം കണ്ടെത്തി സ്വന്തം കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം നടക്കാതെ വന്നതിനെ തുടർന്ന് നിലവിൽ വിദ്യാലയം പ്രവർത്തിക്കുന്ന THS കോമ്പൗണ്ടിൽ തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ VR സുനിൽകുമാർ MLAയുടെ ഫണ്ടിൽ നിന്നും VHSCക്ക് 1.5 കോടി രൂപ അനുവദിക്കുകയായിരുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. നമുക്ക് ഈ 1.5 കോടി രൂപ അല്ലെങ്കിൽ നഷ്ടപ്പെടും. നമുക്ക് ആ ടൈമിനുള്ളിൽ നമുക്ക് വന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1.5 കോടി രൂപ നമ്മളെ MLA ഫണ്ട് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഫണ്ട് ലാഭസാധകരിക്കാൻ നമ്മുടെ അധികാരികളോട് നമ്മൾ വളരെയധികം നമ്മൾ പലവട്ടം നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ നവകേരള സഹസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൊടുങ്ങല്ലൂർ വന്നപ്പോൾ നമ്മളിവിടുന്ന് അപേക്ഷ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് എത്ര ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നടപ്പിലാക്കി കിട്ടണം. എന്നാലും നമ്മളെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾക്കല്ലല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ പരിശ്രമിക്കുന്നത്. ഏതാനും ചില ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളാണ് VHSC ഉപയോഗിച്ചു വരുന്നത്. ഒരേ മതിൽക്കെട്ടിനകത്ത് 2 വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പ്രകടമാണ്. സ്വന്തമായി ഒരു ക്യാമ്പസും അടിസ്ഥാന സൗകര്യങ്ങളും ഈ വിദ്യാലയത്തിന്റെ നീണ്ട നാളത്തെ സ്വപ്നമാണ്. പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി ഇനിയും വൈകിയാൽ MLA ഫണ്ട് പാഴായി പോകുമെന്ന ആശങ്കയിലാണ് ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും. TCV കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീകപുരത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റുകളും മതിലും ഇടിച്ചു തകർത്തു. TKS പുരത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന കണ്ടെയ്നർ ലോറിക്ക് വഴിയൊഴിഞ്ഞു കൊടുക്കുന്നതിനിടയിൽ കാർ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. അകലാട് സ്വദേശി പെരുമ്പുള്ളി സുലൈമാൻ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട 4 CPM പ്രവർത്തകരെ തൃശൂർ ഫാസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പുന്നയൂർ മൂന്നൈനി സ്വദേശികളായ മുഹമ്മദ് അലി, ശിഹാബ്, ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കുന്നത്ത് ഹംസു, നൈനാർ ഹനീഫ എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. CPM നേതാവും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായിരുന്ന KP വത്സലനെ കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയായിരുന്നു സുലൈമാൻ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്താണ് ചാവക്കാട് നഗരസഭാ ചെയർമാനായിരുന്ന KP വത്സൻ കൊല്ലപ്പെട്ടത്. കേസിലെ 1ാം പ്രതിയായിരുന്ന സുലൈമാൻ കുട്ടി പിന്നീട് കൊല്ലപ്പെടുകയായിരുന്നു. ബണ്ട് പൊട്ടി കൃഷിയിറക്കൽ വൈകിയ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വടക്കേപ്പടവിൽ ഞാറുനടിൽ തുടങ്ങി. 3 ആഴ്ച കൊണ്ട് ഞാറുനടിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ ഇരുപടവിലുമായി 900 ഏക്കർ പാടത്താണ് പുഞ്ച കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ നവംബർ 14 ചുണ്ടൻതറയ്ക്ക് സമീപം ബണ്ട് പൊട്ടി കൃഷി നശിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുടുംബങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഞാറുനടിയിലുള്ളത്. ഏപ്രിൽ മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാക്കാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. പുതുക്കാട് ബൈക്കിന് പുറകിൽ ടെമ്പോ ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പാഴായി സ്വദേശി അനിതയ്ക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് സെന്ററിന് സമീപം റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് അപകടം. പുതുക്കാട് നിന്ന് പാഴായിലേക്ക് പോയിരുന്ന ബൈക്കിൽ മിൽമയുടെ വാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്കിന്റെ പിൻഭാഗം ടെമ്പോയുടെ ഉള്ളിൽ കുടുങ്ങി. ബൈക്കിനു പുറകിൽ ഇരുന്ന അനിതയുടെ കഴുത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ബൈക്ക് ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൂളിമുട്ടം ഭജനമഠത്ത് വീട്ടമ്മയെ ആക്രമിക്കുകയും വീടിന്റെ ജനൽച്ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം സ്വദേശി ഊരാമ്പുറത്ത് വീട്ടിൽ അഖിലിനെയാണ് മതിലകം SI CC ബസന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 27 കേസിനാസ്പദമായ സംഭവം. ഭജനമഠം സ്വദേശി ഇളയരാംപുരയ്ക്കൽ കോമളത്തിനെയാണ് ആക്രമിച്ചത്. മകൻ പ്രശോഭിന്റെ സ്കൂട്ടറിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച കോമളത്തെ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്.
ഗുരുവായൂർ ദേവസ്വം ഇതര ക്ഷേത്രങ്ങൾക്ക് നൽകി വരാറുള്ള ധനസഹായത്തിന്റെ ആദ്യഘട്ട വിതരണം നടന്നു. തെക്കൻ മേഖലയിലെ 6 ജില്ലകളിലെ തെരഞ്ഞെടുത്ത 252 ക്ഷേത്രങ്ങൾക്ക് 1,40,40,000 രൂപ ധനസഹായമാണ് നൽകിയത്. കോട്ടയം, രാമപുരം, പള്ളിയാമ്പുറം മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ധനസഹായ വിതരണ ചടങ്ങ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP ധനസഹായം വിതരണം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. 5 കോടി രൂപയുടെ ധനസഹായമാണ് സംസ്ഥാനത്തെ ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ജീർണോദ്ധാരണത്തിനായും വേദപാഠശാലകളുടെ പരിപാലനത്തിനുമായും ദേവസ്വം ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ VR അലോക് രചിച്ച നവജാത ശിശുരോഗ സംബന്ധമായ പുസ്തകം പ്രകാശനം ചെയ്തു. കൈപ്രമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ ഷംസുദ്ദീൻ പുസ്തകം ഏറ്റുവാങ്ങി. നാടെങ്ങും പുതുവത്സരാഘോഷത്തിന്റെ ഒരുക്കങ്ങളിലാണെങ്കിൽ അഴീക്കോട് മുനയ്ക്കൽ ബീച്ച് അവഗണനയുടെ നിഴലിലാണ്. കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ മണൽപ്പരപ്പുള്ള മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് നിരവധി വർഷങ്ങളായി വെറും കടപ്പുറമായി മാറിയിരിക്കുകയാണ്. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 10,000 വന്നെത്തുന്ന ബീച്ചിൽ ഒരു കാലത്ത് പുതുവത്സരാഘോഷം കെങ്കേമമായിരുന്നു. ചെറുകിട ബീച്ചുകളിൽ പോലും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ മേൽനോട്ടത്തിലുള്ള മുനയ്ക്കൽ ബീച്ചിൽ ഇക്കുറിയും യാതൊരു ആഘോഷവുമില്ല. മുനയ്ക്കൽ ബീച്ചിൽ മുൻകാലങ്ങളിൽ പതിവായി ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീടത് ഇല്ലാതായി. അതിനിടയിലാണ് മുനയ്ക്കൽ ബീച്ചിന്റെ നടത്തിപ്പ് മുസ്ലിസ് പൈതൃക പദ്ധതിക്ക് കൈമാറിയത്. കോടികൾ ചിലവഴിച്ച് സൗന്ദര്യവൽക്കരിച്ച ബീച്ച് ഇപ്പോൾ നിറം മങ്ങിയ അവസ്ഥയിലാണ്. ബീച്ച് കേന്ദ്രീകരിച്ച് ചെറുകിട കച്ചവടങ്ങളിലൂടെയും മറ്റും നിരവധി കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. നാൾക്കുനാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബീച്ചിനെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിന്ന് ഇവർ. കടൽ കാണാനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പണം ഈടാക്കുന്നതൊഴിച്ചാൽ മറ്റൊരു പ്രവർത്തനവും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഇത്രയും മനോഹരമായ പ്രദേശത്തെ ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് കാണാനും പരിചയപ്പെടാനുള്ള അവസരങ്ങൾ അത് മുഖേന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 7 വർഷമായി പേരിന് 1-2 പരിപാടികൾ നടന്നതല്ലാതെ ഒരു പരിപാടിയും അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ നടക്കുന്നില്ല. മധ്യകേരളത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മുനയ്ക്കൽ ബീച്ചിൽ അസ്തമയ സൂര്യനും അറബിക്കടലും ഒഴികെ വിനോദസഞ്ചാരികൾക്കായി മറ്റൊന്നും തന്നെയില്ലാത്ത അവസ്ഥയാണിപ്പോൾ. TCV കൊടുങ്ങല്ലൂർ. കുന്നംകുളം വൈശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട ബസ് ബൈക്കിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വട്ടംപാടം വടുതല സ്വദേശികളായ തണ്ടേങ്ങാട്ടിൽ വീട്ടിൽ ഇംതിയാസ്, ചാട്ടുകുളം വീട്ടിൽ ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. എടപ്പാൾ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കിഴൂർ ഭാഗത്തു നിന്നും ഇറങ്ങി വരികയായിരുന്ന ബസ് കുന്നംകുളം ചെറുവത്താണി റോഡിലേക്ക് അശ്രദ്ധമായി തിരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി തലശ്ശേരി സെന്ററിൽ കാറ് നിയന്ത്രണം വിട്ട് മൊബൈൽ ഷോപ്പിലേക്ക് ഇടിച്ചുകയറി. പരവൂരിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന 5-അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തീപിടുത്തം. കടപ്പുറത്ത് പുലിമുട്ടിനടുത്ത് പഴയ പോർട്ട് ഓഫീസ് പരിസരത്താണ് ഉണങ്ങിയ പുല്ലിനും കുറ്റിച്ചെടികൾക്കും തീപിടിച്ചത്. ബീച്ചിലെ സുരക്ഷാ ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അഴീക്കോട് തീരദേശ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നെന്മണിക്കര ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 1-ന് സൌഹൃദം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുസമ്മേളനം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര എന്നിവർ പങ്കെടുക്കും. വികാരി ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, ഗോപാലൻ കുണ്ടായി, VR സുരേഷ്, ജോസ് പാറയ്ക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NK കബീർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായി PS സുനീഷ്, സെഫീന അസീസ്, KR രാധിക എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. 11 ലക്ഷം രൂപ ചെലവിൽ 160 കിലോ വാട്ട്സിന്റെ ട്രാൻസ്ഫോമറാണ് സ്ഥാപിച്ചത്. ഇതിൽ നിന്നും AB കേബിൾ വലിച്ചാണ് കെട്ടിടത്തിലെ ലോ ടെൻഷൻ പാനലിലേക്ക് വൈദ്യുതി എത്തിക്കുക. 100ഓളം സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ജനുവരി ആദ്യവാരം പുതിയ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യും. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണശ്രമം. കുന്നംകുളം ബോയ്സ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ KA ശശിധരന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീടിന് സമീപത്ത് സൂക്ഷിച്ച നാളികേരം പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പൂട്ട് പൊളിക്കാൻ ശ്രമം നടത്തിയത്. തുടർന്ന് സമീപത്തെ വീട്ടിലെ വാതിൽ തള്ളി തുറക്കാനും മോഷ്ടാവ് ശ്രമം നടത്തി. മോഷണശ്രമം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പ്രാഥമിക നിഗമനം. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുന്നേർകുളം പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഭിന്നശേഷി കലോത്സവവും മൈലാഞ്ചിയിടൽ മത്സരവും ആദരിക്കൽ ചടങ്ങും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അവാർഡ് ജേതാവ് അബ്ദുൾ ഹാദിയ, ICDS ഇംപ്ലിമെന്റ് ഓഫീസർ സിന്ധു എന്നിവരെ ആദരിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനയും അവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് സമാധാനം നൽകുകയാണ്. എല്ലാവരും നിറഞ്ഞ കൈയടി കൊടുക്കുക. പ്രോഗ്രാമിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി പങ്കെടുത്ത ഒരു കുട്ടിയെ ഒല്ലൂർ ഫൊറോന CLCയുടെ നേതൃത്വത്തിൽ ബോസ് ഫെസാസ് ഡാൻസ് മത്സരം സംഘടിപ്പിച്ചു. അതിരൂപത CLC പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി മത്സരം ഉദ്ഘാടനം ചെയ്തു. ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത CLC പ്രസിഡന്റ് തോംസൺ, നാഷണൽ സൌത്ത് സോൺ പ്രസിഡന്റ് ബിനീഷ്, തൃശൂർ അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സിബിൻ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് മാങ്ങാട്ടുകര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ജനുവരി 15 നടത്തുന്ന ദേശീയവിളക്കിന്റെ വിളക്കുകുറിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. മാങ്ങാട്ടുകര ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ജയൻ മൂത്തേടത്തിൽ നിന്നും സേവാസംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുറക്കൂട്ട് ദേശീയവിളക്കിന് അനുവാദം വാങ്ങി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, അഖില കേരള ശാസ്താംപാട്ടും കലാകാര സംഘം സംസ്ഥാന പ്രസിഡന്റ് E രമേശിന് നൽകി നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്രവാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് N പത്മനാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘം ഗുരുസ്വാമി അരുൺകുമാർ വിളക്കുകുറിക്കൽ ചടങ്ങ് നിർവഹിച്ചു. മേലടൂർ സൌഹൃദ വയോജന ക്ലബിന്റെയും പാഥേയത്തിന്റെയും വാർഷികം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. TK സതീശൻ അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OT രവി, PK മോഹനൻ എന്നിവർ പങ്കെടുത്തു. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ 10ാം ഉദയ വേല മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് 3 ഗജവീരന്മാർ അണിനിരന്നു. കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിൽ 60ഓളം കലാകാരന്മാരെ അണിനിരത്തി പാണ്ടിമേളവും അരങ്ങേറി. ചടങ്ങുകൾക്ക് മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഠന ഗ്രാമവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവേദി പ്രസിഡന്റ് രാജേഷ് വളർക്കോടി അധ്യക്ഷനായി. VK സുരേഷ് ബാബു കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ മാസ്റ്റർ ഡാവിഞ്ചി, ജിതിൻ രാജ്, മിസ്റ്റർ സൌത്ത് ഇന്ത്യ ആഷിഖ്, CP സാലിഹ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രണ്ടു വാക്ക് സംസാരിക്കുന്നു.
അടക്കം വിശിഷ്ട വ്യക്തിത്വങ്ങളെ എത്രയും സംഘത്തിലൊന്നും യാതൊരു സാധ്യതയില്ല തയ്യാറാവുകയാണ്. അതിലേറ്റവും എടുത്തു പറയുന്ന ഞാനും അകലെ വെള്ളാങ്കല്ലൂർ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ബ്രഹ്മകുളത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. ഒരാഴ്ചയ്ക്കിടെ വിവിധയിടങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത യുവാവിന് 90 വർഷം കഠിന തടവും 3 വർഷം തടവും. ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചു. മണത്തല ദ്വാരക ബീച്ച് സ്വദേശി സിയാദിനെയാണ് ശിക്ഷിച്ചത്. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് ഞായറാഴ്ച മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പൈലിംഗ് ജോലികൾ നടക്കുന്നതിനാലാണ് ജങ്കാർ സർവീസ് നിർത്തിവെക്കുന്നത്. ചന്ദ്രാപിന്നി മധുരംപുള്ളി പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി. 3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായത് നവകേരള സദസ്സ്. പരിമിതിയുടെ പരാധീനതകൾക്കിടയിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന് MLA അനുവദിച്ച 1 കോടി രൂപ ചുവപ്പുനാടയിൽ കുരുങ്ങി പാഴാകുമെന്ന ആശങ്ക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.